കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഉത്രത്തിൻ്റെ മുക്കാലും പിന്നെ അത്തവും ചിത്രയുടെ അരഭാഗവും കൂടിയതാണ് കന്നിക്കൂറ്. അവരെ സംബന്ധിച്ചാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർഷം ശനി 7ലേക്ക് വരികയാണ്. ശനീശ്വരൻ 7ലേക്ക് വരികയും 10ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ മാറ്റവുമാണ്. അപ്പം 10ലെ വ്യാഴം വരിക എന്ന് പറയുമ്പോൾ ഗോചരാവസ്ഥയിൽ 10 എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല. എന്നാലും നമുക്ക് അത്ര അധികം നല്ല ശോഭന ഫലങ്ങളൊന്നും നമുക്ക് തരുന്നില്ല. പിന്നെ ശനിയാണെങ്കിൽ 7ൽ നിൽക്കുകയാണ്. അത് 7ാം ഭാവാധിപതിയായിരിക്കുന്ന വ്യാഴം തന്നെയാണ് ഇവിടെ കർമ്മത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എപ്പോഴും കർമ്മത്തിൽ തടസ്സങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ശനി ചെയ്യുക. ആദ്യത്തെ കുറച്ച് ദിവസം മാത്രമാണ്, ദിവസമല്ല, ഒരു 5-6 മാസം ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അവിടെ രാഹു വരുന്നത് നിങ്ങൾക്ക് ഇവിടെ 6ാം ഭാവത്തിലാണ്. അപ്പോൾ പാപഗ്രഹങ്ങൾക്ക് 6ാം ഭാവം നല്ലതാണ്. അപ്പം രാഹുവിനെ കൊണ്ട് നമുക്ക് വലിയ ദുരിതമല്ല. പക്ഷെ ഇവിടെ ശനീശ്വരൻ 7ലാണ്, 10ലാണ് നമുക്ക് വ്യാഴം നിൽക്കുന്നത്. പിന്നെ കേതു ആണെങ്കിൽ 12ലാണ്. അപ്പോൾ പ്രതീക്ഷിക്കാതെയുള്ള ചിലവുകൾ വരിക. നമ്മുടെ വീട്ടിലിപ്പോൾ കല്യാണങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നമ്മുടെ ബന്ധുക്കാരുടെ കല്യാണം വരിക, നമുക്ക് എന്തായാലും സപ്പോർട്ടീവായിട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചിലവ് വരിക. അല്ലെങ്കിൽ വേറെ രോഗങ്ങളെ ദുരിതങ്ങളെ ഉണ്ടാക്കുന്ന വല്ലതും വരിക. വീട് പണിയുക, അതായത് നമുക്ക് പെട്ടെന്നായിരിക്കും നമുക്ക് വീട് പണിയാൻ തോന്നുക, അല്ലെങ്കിൽ വീടൊന്ന് പുതുക്കി പണിയുക. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ധന ചിലവുകൾ വരാം. പിന്നെ മക്കളുടെ ഒക്കെ ആണെങ്കിലും പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ എക്സാമോ അങ്ങനെയൊക്കെയുള്ള വരെ പരീക്ഷകൾക്ക് പോയാൽ അങ്ങനെ ധനപരമായിട്ടുള്ള പലതരം ചിലവുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ 12ൽ നിൽക്കുന്ന കേതുവാണ് നമുക്ക് ഈ ചിലവിനെ കൂടുതലായിട്ട് കൊണ്ടു തരുന്നത്. അപ്പോൾ രാഹുവിനും കേതുവിനാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഗ്രഹങ്ങൾ. അപ്പോൾ കേതുവിനെ നമ്മൾ ദേവീക്ഷേത്രത്തിൽ പോയാൽ മതി. കേതു എപ്പോഴും ചൊവ്വയുടെ ഫലം തരുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ദേവീക്ഷേത്രത്തിൽ പോവാം. നമുക്ക് ഈ കർമ്മ മേഖലയിൽ വരുന്ന തടസ്സങ്ങൾക്ക് നമ്മളെപ്പോഴും ചെത്തിപ്പൂവൻ്റെ നാര് കളഞ്ഞ് ജയദുർഗ എന്ന് പറഞ്ഞ മന്ത്രമുണ്ട്, ജയിച്ചു വരികയാണ് നമ്മൾ ചെയ്യുന്നത്. അത് 7 ദിവസം അടുപ്പിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളായിട്ട് ചെയ്ത് തീർക്കാം. 7 പ്രാവശ്യമായിട്ട് വരാം. പിന്നെ നാട്ടിൽ ഇപ്പം നമ്മൾ ഏത് ഗ്രാമത്തിലാണോ ഇരിക്കുന്നത് ആ ദേവതയ്ക്ക് നമുക്ക് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യാം. കുടുംബക്ഷേത്രത്തിൽ പോവുക, പിന്നെ ശിവക്ഷേത്രത്തിൽ പോയിട്ട് ധാര കൊടുക്കുക. എപ്പോഴും ടെൻഷനായിരിക്കും. അപ്പോൾ ധാര കൊടുക്കുക എന്നുവെച്ചാൽ 12ാം ഭാവത്തിലേക്ക് ഏത് വരുമ്പോൾ ഒന്നും ചെയ്യുന്നത് അത് ശരിയാവുന്നില്ല എന്നൊക്കെ ഒരു തോന്നൽ വന്നാൽ നമുക്ക് ഇത് വരും. അപ്പോൾ 12ാം ഭാവത്തിൽ നമുക്ക് അങ്ങനെ ഒരു ധാര കൊടുക്കുന്ന ഒരവസ്ഥ വരുത്തണം. ഏത് ശിവന്. അപ്പോൾ കർമ്മത്തിലേക്കാണ് ആ വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ആ വ്യാഴനെ കർമ്മത്തിൽ നന്നായിട്ട് നമുക്ക് കർമ്മഫലം നന്നായിട്ട് വരാനായിട്ട് വ്യാഴത്തിന് വേണ്ടിയിട്ടുള്ള ക്ഷേത്രത്തിൽ പോവുക. നരസിംഹമൂർത്തി ക്ഷേത്രമൊക്കെ അടുത്തുണ്ടെങ്കിൽ പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക ഏറ്റവും നല്ലതാണ്. അപ്പോൾ പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, നെയ് വിളക്ക് സമർപ്പിക്കുക. നെയ് വിളക്ക് എന്ന് പറഞ്ഞാൽ നെയ്യ് വാങ്ങി സമർപ്പിക്കുക. അതാണ് നമ്മളങ്ങനെ പറയുന്നത്. പിന്നെ ജയദുർഗയുടെ മന്ത്രവും ജപിക്കുക. അപ്പോൾ ആ മന്ത്രം അവിടെ ക്ഷേത്രത്തിൽ പോയിട്ട് പൂജാരിയുടെ അടുത്ത് പറഞ്ഞ് അവരതുപോലെ ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ആ തടസ്സങ്ങൾ മാറി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഈ 12ലാണ് നമ്മുടെ കേതു എന്നറിഞ്ഞുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. അതാണ് കന്നിക്കൂറുകാർ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം. ബാക്കിയെല്ലാതും നമുക്ക് ഒരേ ഘട്ടത്തിൽ നമ്മുടെ ജോലിയിലെ മാറ്റങ്ങൾ വരുത്താതെ നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് ചെയ്യേണ്ടത്.